ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രോസ് സ്റ്റിച്ച് വർക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് ആദ്യമേ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഈ സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ സൈഡിൽ നിന്നും 2 സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിന്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യുക. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിലായിട്ട് വരുന്നത് 3 സ്റ്റിച്ച് മതി. ആദ്യമേ ചെയ്ത സ്റ്റിച്ച് നമുക്ക് 5 എണ്ണം വേണം. ഞാനൊരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഇതുപോലെ 5 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സെന്ററിലെ ഒരു സ്റ്റിച്ചിന്റെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ ഈ സൈഡിലും 5ഉം 3ഉം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആദ്യമേ 5 സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാനിത് കുഷൻ കവറിന് വേണ്ടി ചെയ്യുന്ന ഒരു വർക്കാണ് ഇത്. ഇതുപോലെ 3 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത ഫ്ലവറിന്റെ പെറ്റലിന് വേണ്ടി നമുക്ക് ഈ സൈഡിലേക്ക് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തെറ്റിപ്പോകാതെ എണ്ണിയെടുക്കണം. ഇതുപോലെ 5 സ്റ്റിച്ചും 3 സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സെൻറ്ററിലായിട്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ 5 സ്റ്റിച്ചും 3 സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഇത്. ഇത് നമ്മുടെ വീട്ടിലെ കുഷ്യന് ആവശ്യമുള്ള കളറിലുള്ള ത്രെഡും തുണിയും ഉപയോഗിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ പാറ്റേൺ ചേഞ്ച് ചെയ്യാം. അടുത്ത സൈഡിലേക്കുള്ള സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 4 പെറ്റലാണ് ഈ ഫ്ലവറിനുള്ളത്. ഇതുപോലെ നമുക്ക് വീണ്ടും 5 സ്റ്റിച്ചും 3 സ്റ്റിച്ചും ചെയ്തെടുക്കാം. സെൻറ്ററിലുള്ള സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഈ സൈഡിലേക്ക് 5 സ്റ്റിച്ചും 3 സ്റ്റിച്ചും ചെയ്തെടുക്കാം. മൂന്നാമത്തെ പെറ്റലും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 4ാമത്തെ പെറ്റലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ വീണ്ടും
5 സ്റ്റിച്ചും 3 സ്റ്റിച്ചും ചെയ്ത് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഈ സൈഡും കൂടെ 5 സ്റ്റിച്ചും 3 സ്റ്റിച്ചും ചെയ്ത് എടുക്കാം. ഇതുപോലെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുത്ത് അതിൻ്റെ സെൻറ്റർ ഫില്ല് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ ബ്ലാക്കാണ് എടുത്തേക്കുന്നത്. യെല്ലോയും ബ്ലാക്കും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് കളറ് എടുക്കുന്നത്. ഇതുപോലെ 4 സ്റ്റിച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ സൈഡിലായിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കോർണറിലേക്ക് 4 സ്റ്റിച്ചാണ് ബ്ലാക്ക് കൊണ്ട് ചെയ്യുന്നത്. ഇതുപോലെ 4 സൈഡിലും നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അവിടുന്ന് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഇത്. ഈ വർക്ക് ഉപയോഗിച്ച് നമുക്ക് ടീപ്പോയ്ക്കുള്ള ഷീറ്റിലോ ടേബിൾ ഷീറ്റിലോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഡിസൈനാണ് ഇത്. ഞാനിതിപ്പോൾ കുഷ്യൻ കവറിന് വേണ്ടിയാണ് ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 4 സൈഡിലും നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നാല് സ്റ്റിച്ച് വീതമാണ് ഈ സൈഡിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ ഈ ഡിസൈൻ ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. ഞാനിത് കംപ്ലീറ്റ് ചെയ്ത ഒരു കുഷ്യൻ കവറിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.